നമസ്കാരം. ഇതെന്റെ ആക്രമണമല്ല, എന്റേതല്ല, എന്റെ ആക്രമണം ഇങ്ങനെയല്ല എന്നാണ് ഖത്തർ ആക്രമണത്തിൽ ട്രംപ് കൈകഴുകാൻ ഉപയോഗിക്കുന്ന ന്യായങ്ങൾ. ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് ട്രംപ് പറയുമ്പോഴും പിന്നിൽ നിന്ന് കരുക്കൾ നീക്കിയത് ട്രംപ് ആണെന്ന കാര്യം ഉറപ്പാണ്. എന്നാൽ അതിവിദഗ്ധമായി എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു നിന്നുകൊണ്ട് തനിക്ക് അരിശം തോന്നുന്നവരെ ഒക്കെ വരുതിയിൽ നിർത്താനും ഉന്മൂലനം ചെയ്യാനും കരുക്കൾ നീക്കാൻ ട്രംപ് അതിവിദഗ്ധനാണ്. ഖത്തറിൽ ആക്രമണം നടത്താനുള്ള തീരുമാനം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റേതാണ് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ആക്രമണം നടത്താനുള്ള തീരുമാനം തന്റേതായിരുന്നില്ല എന്നും അദ്ദേഹം സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഹമാസിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുകയാണ് എന്ന് US സൈന്യം ട്രംപ് ഭരണകൂടത്തെ അറിയിച്ചു എന്നും നിർഭാഗ്യവശാൽ ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലായിരുന്നു ആക്രമണം എന്നും പറഞ്ഞ ട്രംപ് ആക്രമണം നടത്താനുള്ള തീരുമാനം നെതന്യാഹുവിന്റേതാണ്, തന്റേതല്ല എന്നും ആവർത്തിച്ചു. US അടുത്ത സഖ്യകക്ഷിയായ ഖത്തറിനുള്ളിൽ ബോംബാക്രമണം നടത്തുന്നത് ഇസ്രയേലിന്റെയോ US ലക്ഷ്യങ്ങളെ മുന്നോട്ട് നയിക്കില്ല എന്നും അതേസമയം ഗസയിൽ ദുരിതം അനുഭവിക്കുന്നവരുടെ കഷ്ടപ്പാടുകളിൽ നിന്ന് നേട്ടമുണ്ടാക്കുന്ന ഹമാസിനെ തുടച്ചു നീക്കുന്നത് ഉചിതമായ ലക്ഷ്യമാണ് എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. വരാനിരിക്കുന്ന ആക്രമണത്തെക്കുറിച്ച് ഖത്തറിനെ അറിയിക്കാൻ സ്റ്റീവ് വിറ്റ്കോഫിനോട് നിർദ്ദേശിച്ചിരുന്നു എന്നുള്ള വീരവാദമാണ് ഇപ്പോൾ ട്രംപ് മുഴക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ആക്രമണം തടയാൻ കഴിയാത്ത വിധം വൈകിപ്പോയിരുന്നു എന്നും ഖത്തറിനെ അടുത്ത സുഹൃത്തും സഖ്യകക്ഷിയുമാണ് US കാണുന്നത് എന്നും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ യുദ്ധത്തിലും ഇത്തരം പൊള്ളയായ വാദങ്ങൾ തുടർച്ചയായി ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രംപ്. എന്നാൽ ചെയ്തു കൂട്ടുന്ന അതിക്രമങ്ങൾ ചെയ്തു എന്ന് പറയാനുള്ള ധൈര്യം ട്രംപിന് ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ആക്രമണം നടന്ന സ്ഥലത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വളരെ ദുഃഖമുണ്ട് എന്നും എല്ലാ ബന്ദികളെയും മരിച്ചവരുടെ മൃതദേഹങ്ങളും വിട്ടുകിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു എന്നും പറഞ്ഞ ട്രംപ് കൂടാതെ ഈ യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു. ആക്രമണത്തിന് പിന്നാലെ ബെഞ്ചമിൻ നെതന്യാഹുവുമായി സംസാരിച്ചപ്പോൾ സമാധാനം പുലർത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹം ട്രംപിനോട് പറഞ്ഞു എന്നും ഈ ദൗർഭാഗ്യകരമായ സംഭവം സമാധാനത്തിനുള്ള ഒരു അവസരമായി മാറിയേക്കാമെന്ന് വിശ്വസിക്കുന്നുവെന്നും ട്രംപ് പറഞ്ഞു. ഖത്തർ പ്രധാനമന്ത്രിയുമായും സംസാരിച്ചിരുന്നു. ഞങ്ങളുടെ രാജ്യത്തോടുള്ള അവരുടെ പിന്തുണയ്ക്കും സൗഹൃദത്തിനും നന്ദി അറിയിച്ചു. അവരുടെ മണ്ണിൽ ഇത്തരമൊരു സംഭവം ആവർത്തിക്കില്ല എന്ന് താൻ ഉറപ്പു നൽകി. ഖത്തറുമായുള്ള പ്രതിരോധ സഹകരണ കരാർ അന്തിമമാക്കാൻ താൻ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. അതിനിടയിൽ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കടുത്ത അസന്തുഷ്ടനാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഇസ്രായേൽ ആക്രമണത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും അദ്ദേഹം തന്റെ അതൃപ്തി പങ്കുവച്ചതായി BBC ആണ് റിപ്പോർട്ട് ചെയ്തത്. ഈ സാഹചര്യം തന്നെ പുളകം പൊളിക്കുന്നില്ല എന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതിനിടെ US സഖ്യകക്ഷിയായ ഖത്തറിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണം ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിച്ഛായയെ വളരെ മോശമായി ബാധിച്ചേക്കാമെന്നാണ് US മാധ്യമങ്ങളുടെ വിലയിരുത്തലുകൾ. US ഏറ്റവും വലിയ സൈനിക താവളങ്ങളിൽ ഒന്ന് സ്ഥിതി ചെയ്യുന്നത് ഖത്തറിലാണ്. മാത്രമല്ല വൈറ്റ് ഹൗസിന്റെ നിർദ്ദേശപ്രകാരം ഹമാസുമായി ചർച്ച നടത്തുന്നതും ഖത്തറാണ്. ഈ സാഹചര്യത്തിൽ US സുപ്രധാന സഖ്യകക്ഷിയായ ഖത്തറിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയതിന് ട്രംപിനും ക്ഷീണമായേക്കാമെന്നാണ് വിലയിരുത്തൽ. ഇസ്രായേൽ ആക്രമണ മേഖലയിൽ US വാഗ്ദാനം ചെയ്യുന്ന സുരക്ഷയെ ചോദ്യം ചെയ്യുന്ന സംഭവമാണിത് എന്നും US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച